ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് മാൽദീവ്സിലേക്ക് ഒരാൾക്ക് എങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരാൻ പറ്റും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നേഴ്സിന് എങ്ങനെ മാൽദീവിൽ ഒരു നേഴ്സ് ആവാൻ കഴിയും, എന്തൊക്കെ പേപ്പർ വർക്കുകൾ അവർ ചെയ്യണം, ഇവിടെ വന്നിട്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകൾ എന്നോട് ഇങ്ങനെ സംശയം ചോദിച്ചു, ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരാൾക്ക് എങ്ങനെ ഇവിടെ വരാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് പല രീതിയിൽ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേഴ്സായിട്ട് വന്ന സമയത്ത് തന്നെ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് ഉണ്ടാവണം. പിന്നെ നമ്മുടെ വർക്ക് പെർമിറ്റ്, നമ്മുടെ പാസ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ അവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഒത്തിരി പ്രൊസീജിയർ കാര്യങ്ങളില്ല. പിന്നെ നമ്മുടെ കൂടെ തന്നെ അവർ താമസിക്കുന്നത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്താൽ മതി. പിന്നെ അടുത്ത രീതിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇവിടെ വരണം, ഇവിടെ കാണണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറൈവൽ വിസ 90 ഡേയ്സിൻ്റെ അതിൽ അവർക്ക് വരാൻ പറ്റും. അപ്പം ഇതൊരു ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് നമുക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസ ഇല്ലാണ്ട് ഈ കൺട്രി ഇവിടെ വരാൻ പറ്റും. അതുകൊണ്ട് അതിനത്ര പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് 90 ഡേയ്സിൻ്റെ വിസ അവർക്ക് അടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ഫാമിലി ഒരു 1-2 മാസമൊക്കെ നമ്മുടെ കൂടെ നിൽക്കാനായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെ നിൽക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ കാണിക്കണം. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽ വേണം. പിന്നെ അവരുടെ കയ്യിലൊരു നിശ്ചിത എമൗണ്ട് ഡോളർ, അവർ പറയുന്ന അത്രത്തോളം ഉള്ള ആ ഡോളറും അവരുടെ കയ്യിലും ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസത്തേക്കൊക്കെ വിസിറ്റിങ്ങിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് നമ്മുടെ കൂടെ നിൽക്കാവുന്നതാണ്. പിന്നെ അടുത്ത രീതി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മളിവിടുത്തെ എക്സാം കാര്യങ്ങളെല്ലാം പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നമ്മുടെ ഫാമിലീനെ കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം വന്നു കഴിയുമ്പോൾ അന്നേരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്പോൺസർഷിപ്പ് ഡിക്ലറേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഓതറൈസേഷൻ ലെറ്റർ ഫോർ അപ്ലൈയിങ് സ്പോൺസർഷിപ്പ്. ഈ ഒരു ലെറ്റർ നമ്മൾ എഴുതി നമ്മൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന അവിടെ നിന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ ലെറ്റർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് സൈനും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം തന്നെ കിട്ടും. അപ്പോൾ ഈ ലെറ്ററും ഈ സ്പോൺസർഷിപ്പ് ഡിക്ലറേഷൻ ഫോമും പിന്നെ നമ്മുടെ വർക്ക് പെർമിറ്റും പാസ്പോർട്ടും പിന്നെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ പാസ്പോർട്ടും പിന്നെ നമ്മുടെ വർക്ക് വിസ, പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഇമൂഗയുടെ സൈറ്റിൽ പോയിട്ട് സ്പോൺസർഷിപ്പ് ഡിക്ലറേഷൻ അതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഈ സ്പോൺസർഷിപ്പ് വിസ നമുക്ക് റെഡിയായിട്ട് കിട്ടും. റെഡിയായി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതൊരു 3 മാസത്തേക്കുള്ള വിസയായിരിക്കും. അപ്പം ഈ വിസ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ 1 മന്തിനുള്ളിൽ ഇവർ കയറി വരണം. അപ്പം ആ വിസയുടെ ആ ഡേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വിത്തിൻ 1 മന്തിനുള്ളിൽ ഇവരിവിടെ കയറി വരണം. ഇവിടെ കയറി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് 3 മാസം അവർക്ക് ഈ വിസയിൽ ഇവിടെ നിൽക്കാനുള്ള ഇതുണ്ട്. അപ്പം 3 മാസം ആകുന്നതിന് മുമ്പ് ഈ വിസ ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് കൺവേർട്ട് ആക്കണം. അപ്പം 3 മാസത്തിന് മുമ്പ് ഇവർ മെഡിക്കൽ ചെയ്ത് ഇവർ ഈ വിസ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ഒരു 1 ഇയർ ഇവിടെ നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവരിവിടെ പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും അവർ ഈ വിസ പുതുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരാൾ വരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മളിവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഫാമിലി പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴും അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. കാരണം ഇപ്പം നേഴ്സായിട്ട് വരുന്ന ഒരാൾക്ക് അലൈഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് ഇവർ എടുത്തു തരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 lakh വരെ ഇൻപേഷ്യൻ്റായിട്ട് നമ്മളിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ 1 lakh വരെ അതിനകത്ത് കവർ ആവുന്നുണ്ട്. അപ്പോൾ 1 ലക്ഷം കഴിഞ്ഞും പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് നമ്മൾ എടുക്കണം. ഈ 1 ലക്ഷത്തിൻ്റെ ഇടയ്ക്കുള്ളതാണെങ്കിൽ അത് ഈ ഇൻഷുറൻസിൽ കവറാവും.
പിന്നെ നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ബേസിൽ നമ്മൾ കാണുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 രൂപയുണ്ട്. അപ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്ന ഡിപ്പെൻഡൻറ്റിനും. പിന്നെ ഇവിടുന്ന് പിള്ളേർക്കാണെങ്കിലും നല്ല സ്കൂൾ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ചെയ്യേണ്ടതും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള കാര്യങ്ങളും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.